ബ്രേക്കിംഗ്. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച തർക്കം തുടരുന്നതിനിടെ CPI ചർച്ചയ്ക്ക് വിളിച്ച് CPIM. ഈ മാസം 14-നാണ് ചർച്ചയ്ക്കായി CPI നേതാക്കൾ CPI ഓഫീസിലെത്തും. പ്രതിപക്ഷ ഉപനേതാവ് പദവി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന നിലപാടിൽ CPI ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ചർച്ച. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ്, മുന്നണി യോഗം പോലും വിളിക്കാൻ പറ്റാത്ത രീതിയിൽ ഗുരുതര പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പിണറായി വിജയനെതിരെ CPI നേതാക്കൾ പരസ്യമായി പ്രതികരിക്കുന്നതും കണ്ടു. ഏതായാലും ചർച്ചകളിലൂടെ പരിഹാരത്തിലേക്ക് എത്തുക എന്നതാണോ? AKG സെന്ററിലല്ല, CPI ഓഫീസിലെത്തിയാണ് ചർച്ച എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. വിനീത, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷ ഉപനേതാവ് തർക്കത്തെക്കുറിച്ച് പിണറായി വിജയനോട് ചോദിച്ചപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. പക്ഷേ അതൊന്നും കഴിഞ്ഞിട്ടില്ല, അത് വീണ്ടും ചർച്ച ചെയ്യാൻ പോവുകയാണ് CPIM എന്ന് വ്യക്തമാക്കുന്ന നീക്കമാണ് CPIMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. CPI നേതൃത്വത്തോടെ 14-ാം തീയതി പ്രതിപക്ഷ ഉപനേതാവ് സംബന്ധിച്ച തുടർ ചർച്ചകൾ നടത്താം എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയാണ് വിദേശത്തുള്ള ബിനോയ് വിശ്വം കേരളത്തിൽ തിരിച്ചെത്തുക. 3 ദിവസം കേന്ദ്ര കമ്മിറ്റി യോഗം, 13-ാം തീയതി വരെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനപ്പെട്ട CPIM നേതാക്കളെല്ലാം ഡൽഹിയിലാണുള്ളത്. 14-ാം തീയതി ചർച്ച നടക്കും. 14-ാം തീയതി CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്ന ദിവസമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ MN സ്മാരകത്തിൽ എത്തി ചർച്ച നടത്താം എന്ന നിർദ്ദേശം CPIMന്റെ നേതാക്കൾ CPIക്ക് നൽകിയിരിക്കുന്നത്. അന്ന് തന്നെ CPI നേതൃയോഗം കൂടി വിളിച്ചിട്ടുണ്ട്. അതായത് ആ ദിവസം 14-ാം തീയതിയോടുകൂടി പ്രതിപക്ഷ ഉപനേതാവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അത് CPIക്കാണെങ്കിലോ CPIMനാണെങ്കിലോ ഉണ്ടാകും എന്നാണ് ഇരുഭാഗത്തെയും നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ശരി, രമ്യതയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച് ചർച്ചകളൊക്കെ തീർന്നു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്, റഹീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ. പക്ഷേ ഏതായാലും തർക്കം തുടരുകയാണ്. CPI കടിപ്പിച്ചു തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് 14-ാം തീയതി ചർച്ച വെച്ചിരിക്കുന്നത്. CPI നേതാക്കൾ CPI ഓഫീസിൽ എത്തും എന്നതാണ് ഇതിലെ കൗതുകമുള്ള കാര്യം. റഹീസ് വിശദാംശങ്ങൾ നൽകിയത്.